യു പിയിലല്ല കേട്ടോ, നമ്മുടെ കൊച്ചു കേരളത്തിൽ മലയാളികളാണ് എന്ന് വീമ്പിളക്കി പറയുന്ന എന്നെ പോലെയുള്ള ആളുകളുള്ള ഈ കൊച്ചു കേരളത്തിൽ മലയാളികളെ നാണം കെടുത്തരുത് കേട്ടോ. വളരെ വ്യക്തമായി തെളിയിക്കപ്പെട്ടതാണ്. പത്മരാജൻ 4ാം ക്ലാസ്സുകാരിയെ ബാത്റൂമിൽ കൊണ്ടുപോയി അഥവാ മൂത്രപ്പുരയിൽ കൊണ്ടുപോയി കുട്ടിയെ പീഡിപ്പിച്ചതായിട്ടുള്ള മൊഴി കുട്ടിയുടെ സഹപാഠി തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറയുന്ന വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായതാണ്. തന്റെ സഹപാഠിയെ പത്മരാജൻ മൂത്രപ്പുരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് എന്ന് സഹപാഠി തന്നെ പറയുമ്പോൾ അതിനേക്കാൾ വലിയ എന്ത് മൊഴിയാണ് പോക്സോ കേസിന് വേണ്ടത്? ഒരു കുട്ടിയെ പീഡിപ്പിക്കാനല്ലാതെ മറ്റെന്തിനാണ് ഇതുപോലെയുള്ള ഒരു ബലാത്സംഗി മൂത്രപ്പുരയിലേക്ക് കൊണ്ടുപോകുന്നത്? യുക്തിക്കനുസരിച്ച് ചിന്തിക്കാത്തതാണോ, അതോ പ്രതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നേരത്തെ പോലീസ് തയ്യാറാക്കിയിട്ടുള്ള അതേ എഫ്ഐആറിന്റെ പകർപ്പെഴുതാനും അതേ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പെഴുതാനും തയ്യാറായി നിങ്ങൾ മുന്നോട്ട് വരികയാണോ? പത്മരാജൻ ചിലപ്പോൾ നിങ്ങളുടെ കുറ്റപത്രത്തിൽ പ്രതിയായിരിക്കില്ല, പോക്സോ കേസിലെ പ്രതിയായിരിക്കില്ല. പക്ഷേ ഈ കേരളത്തിലെ നന്മയുള്ള മലയാളികളുടെ മനസ്സിൽ പത്മരാജൻ ഒരു ബലാത്സംഗി തന്നെയാണ്. പിഞ്ചു കുട്ടികളോട് പോലും കരുണ കാണിക്കാൻ തയ്യാറാവാത്ത അധ്യാപകൻ എന്ന് പറയുന്ന പദത്തിനെ ദുർവിനിയോഗം ചെയ്ത ഒരു ബലാത്സംഗി തന്നെയാണ് പത്മരാജൻ എന്ന് ഞങ്ങൾ പറയും. അതിന്റെ പേരിൽ കേസെടുത്താൽ പുല്ലുവില കൽപ്പിക്കും, അക്കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. നിങ്ങൾ എന്ത് വകുപ്പാണ് ചാർത്തി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്? ഞെട്ടിപ്പോയില്ല മലയാളികൾ. പോക്സോ ഇല്ല കുറ്റപത്രത്തിൽ. പോക്സോ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ 4ാം ക്ലാസ്സുകാരിയെ പത്മരാജൻ പീഡിപ്പിച്ചിട്ടില്ല എന്നതാണ് ചുരുക്കം. പത്മരാജൻ പീഡിപ്പിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആ സഹപാഠിയുടെ മൊഴി, ഈ കുട്ടിയുടെ മൊഴി, ജില്ലാ മജിസ്ട്രേറ്റിന് കൊടുത്തിട്ടുള്ള മൊഴി, ഇതൊക്കെ കളവാണെന്നാണോ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം പറയുന്നത്? എന്തുകൊണ്ട് സഹപാഠിയുടെ മൊഴി നിങ്ങൾ വളരെ വ്യക്തമായി പരിശോധിക്കുന്നില്ല? ഒപ്പം എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ജുവൈനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് നിലവിൽ പത്മരാജനെതിരെ കുറ്റപത്രം കോടതിയിൽ എത്തിയിട്ടുള്ളത്. ജുവൈനൽ ജസ്റ്റിസ് ആക്ട് എന്ന് പറയുമ്പോൾ JJ ആക്ട് ഒരാൾക്കെതിരെ കടന്നു വന്നു കഴിഞ്ഞാൽ, അതായത് ലൈംഗിക അതിക്രമമല്ല അല്ലെങ്കിൽ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നല്ല ജുവൈനൽ ജസ്റ്റിസ് ആക്ടിന്റെ ആ നിയമം വ്യക്തമാക്കുന്നുള്ളത്. മറിച്ച് പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ ഉപദ്രവിച്ചു എന്നുള്ളതാണ് അതിൽ കാണിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ 60 ദിവസത്തിന് മുൻപായിട്ട് കുറ്റപത്രം സമർപ്പിച്ചില്ല എങ്കിൽ ആർക്കെതിരെയാണോ നിലവിൽ എഫ്ഐആർ ഉള്ളത് അയാൾക്ക് കോടതി സ്വാഭാവിക ജാമ്യം നൽകും. ഇതാണ് അതിന്റെ രീതി. അതായത് പത്മരാജന് ജാമ്യം കൊടുക്കാമെന്ന് തന്നെയാണ് ഇപ്പോഴുള്ള കുറ്റപത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് പറയാനുള്ളത്. നമ്മൾ പറഞ്ഞത് ഈ കേസ് പോക്സോയാണ്, നമ്മളല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വളരെ വ്യക്തമായ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് വളരെ വ്യക്തമായ രീതിയിൽ ഫോളോ ചെയ്ത ഒരു വാർത്ത തന്നെയാണ് പത്മരാജന്റെ കേസ് അഥവാ പാലത്തായി പീഡനം. ഈ പീഡനവുമായി ബന്ധപ്പെട്ട് സഹപാഠികളുടെ മൊഴിയൊക്കെ പത്മരാജനെതിരെയായിരുന്നു. എന്തുകൊണ്ടാണ് ഈ മൊഴികളെ വസ്തുതാപരമായിട്ടുള്ള പരിശോധനകളിലേക്ക് വിധേയമാക്കാതെ ജുവൈനൽ ജസ്റ്റിസ് ആക്ട് ആണ് ഈ പ്രതിക്കെതിരെ ചുമത്തേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിച്ചത്? കുട്ടിക്ക് മാനസികപരമായിട്ട് നിലവിൽ അസ്വസ്ഥതയുണ്ട് എന്ന് വരുത്തി തീർക്കാൻ എന്തിനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്? ആ കുട്ടിക്ക് ഒരു പ്രശ്നവുമില്ല, ആ കുട്ടി മൊഴി നൽകാൻ തയ്യാറാണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാകുമ്പോൾ പോലും ക്രൈംബ്രാഞ്ച് എന്തുകൊണ്ട് ആ രീതിയിൽ അന്വേഷണം കൊണ്ടുപോകുന്നില്ല? ഇവിടെയാണ് വ്യക്തമാകുന്നത് പോക്സോ ഒഴിവാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ പത്മരാജന് ജാമ്യം ലഭിക്കും. പോക്സോ കേസാണ് എങ്കിൽ 90 ദിവസത്തിനകത്ത് കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ പത്മരാജന് ജാമ്യം ലഭിക്കുകയില്ല. ഇവിടെ 90 ദിവസത്തിന് മുൻപ് കുറ്റപത്രം സമർപ്പിച്ചു, പക്ഷേ ആ കുറ്റപത്രത്തിൽ പോക്സോ ഇല്ല, അഥവാ 4ാം ക്ലാസ്സുകാരിയെ പത്മരാജൻ പീഡിപ്പിച്ചിട്ടില്ല എന്നതാണ് ചുരുക്കം. ഇവിടെയാണ് മതേതരത്വ രാഷ്ട്രീയ പാർട്ടികൾ തെരുവിലിറങ്ങി
ജനാധിപത്യ മര്യാദകളെ ലംഘിക്കാതെ, കോവിഡ് പ്രോട്ടോകോളുകൾ ലംഘിക്കാതെ, ഈ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് വ്യക്തമായ പ്രതിഷേധം നമ്മൾ ഉയർത്തിക്കാണിക്കേണ്ടത്. പത്മരാജൻ ബലാത്സംഗിയാണ് എന്ന് സഹപാഠിയുടെ മൊഴിയിൽ നിന്നും ആ കുട്ടി മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയിൽ നിന്നും വ്യക്തമാണ് എന്ന് നമുക്ക് വ്യക്തമായപ്പോൾ ഇതിനേക്കാൾ വസ്തുതാപരമായിട്ടുള്ള എന്ത് തെളിവാണ് വേണ്ടത്? ചില കാര്യങ്ങളിൽ പോക്സോ ആളെ നോക്കി ചുമത്തുന്ന അന്വേഷണ ഏജൻസികൾക്ക് പത്മരാജന്റെ രാഷ്ട്രീയമാണ് പ്രശ്നമെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ പ്രശ്നം ഒരു കുട്ടിയുടെ ദയനീയ അവസ്ഥയാണ്. അതുകൊണ്ട് പ്രതിഷേധം അന്വേഷണ ഏജൻസികൾ കാണേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് മലയാളികളെ പ്രതിനിധീകരിച്ച് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.